കഴിഞ്ഞ സ്റ്റോറിയിൽ നമ്മൾ പരിശോധിച്ചത് പശ്ചിമ ബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലസാധ്യതകളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അതേപോലെ തന്നെ മധ്യപ്രദേശ്, ഈ 3 സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. 2 സംസ്ഥാനങ്ങൾ BJP ആണ് ഭരിക്കുന്നത്, ഒരു സംസ്ഥാനം ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ഭരിക്കുന്നത്. എന്തായാലും ആദ്യം ജാർഖണ്ഡിൽ നിന്ന് തുടങ്ങാം. ജാർഖണ്ഡിൽ അവിടെ നമുക്കറിയാം, ഗോത്രവർഗ്ഗക്കാർക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അതുപോലെ തന്നെ നക്സൽ ഭീഷണികൾ ഏറെയുള്ള ഒരു സംസ്ഥാനമാണ്. ഛത്തീസ്ഗഡിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അപ്പം ജാർഖണ്ഡിൽ ഇപ്പോൾ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ചമ്പായി സോറനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷിബു സോറൻ എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കൊടും ക്രിമിനലുകൾ ഒരാളായിട്ടുള്ള വ്യക്തിയുടെ ഒരു പോക്കറ്റ് സംഘടനയാണ് ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച. അഴിമതിയുടെ പേരിലും അക്രമത്തിൻ്റെ പേരിലും ഒക്കെ കുപ്രസിദ്ധി ആർജിച്ച, ദുർഭരണത്തിൻ്റെ പേരിലും കുപ്രസിദ്ധി ആർജിച്ച ഒരാളാണ് ഷിബു സോറൻ. ഷിബു സോറൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊലപാതകത്തിൽ വരെ ആരോപണവിധേയനാണ്. അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ കഴിയാതെ വന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ ഹേമന്ത് സോറനെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത്. ഹേമന്ത് സോറനാണെങ്കിൽ തന്തയുടെ അതേ വിത്തുഗുണം കാണിച്ചു, തന്നെ തോന്നിയാസമായിട്ട് നടന്നു. ഭൂമി കയ്യേറ്റങ്ങൾ, ബാക്കിയുള്ള തട്ടിപ്പുകൾ, അഴിമതികൾ, അതിൻ്റെ ഭാഗമായിട്ട് ED അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജയിലിലായി. അദ്ദേഹം ജയിലിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള കൽപ്പന സോറനെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വല്ലാതെ എതിർപ്പ് വന്നു. തന്നെ കുടുംബത്തിൽ ഇളാപ്പന്മാരും മൂത്താപ്പന്മാരും ബാക്കി അമ്മയുടെ മക്കളും എല്ലാം രാഷ്ട്രീയത്തിലുണ്ട്. എല്ലാവരും ഓരോ പദവിയിൽ നിൽക്കുക. ഈ ശരത് പവാറിൻ്റെ പാർട്ടി പറഞ്ഞ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ താക്കറയുടെ മക്കളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. രാജ് താക്കറെ വേറെ വശത്ത് ഒക്കെ പോകുന്നില്ല, ഉദ്ധവ് താക്കറയുടെ കൂടെയല്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്ഥിതി ഈ ജാർഖണ്ഡിലുണ്ടായിരുന്നു. പക്ഷേ കൽപ്പന സോറനെ ആക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്ന സമയത്താണ് അവരെ ആക്കാതെ ചമ്പായി സോറനെ ആളുകളെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പിൻഗാമിയായിട്ട്. പക്ഷേ ഇയാൾ ജയിലിലാവുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ദില്ലിയിലൊക്കെ നടന്ന രാംലീല മൈതാനത്ത് നടന്ന റാലിയിൽ നമ്മുടെ സുനിത കെജ്രിവാളിൻ്റെ ഭാര്യ പങ്കെടുത്തതുപോലെ തന്നെ അടുത്ത രാഷ്ട്രീയ അനന്തരാവകാശി ഞാനാണെന്നുള്ള മട്ടിൽ അവിടെ പോവുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തതും അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്തത് ഈ കൽപ്പന സോറനാണ്. കൽപ്പന സോറൻ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുമുണ്ട്. അതിലും JMMന് ഇടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ 14 സീറ്റാണ് ഉള്ളത്. 2014 12 സീറ്റ് BJP പിടിച്ചെടുത്തു, 2 സീറ്റ് JMMന്. 2019 അത് തന്നെ ആവർത്തിച്ചു. 12 സീറ്റ് NDA പിടിച്ചെടുക്കുന്നു, 2 സീറ്റ് JMMന്. കോൺഗ്രസിന് സീറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. കോൺഗ്രസും അവർക്ക് നിരുപാധികമായിട്ട് എല്ലാ മേഖലയിലും അവർക്ക് ഉള്ള വോട്ടുകൾ JMMന് കൊടുക്കുന്ന സ്ഥിതിയുണ്ട്, തിരിച്ചു അതൊക്കെയുണ്ട്. ആ രീതിയിലുള്ള സംവിധാനത്തിലാണ് അവർ പോകുന്നത്. കാരണം എല്ലാവരും ജയിലിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ അവരെല്ലാം തമ്മിൽ എല്ലാ കുറ്റവാളികളും കൂടി ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഞാനീ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും വന്ന പോലെ തന്നെ ഇവിടെയും ഉള്ള ഒരു സവിശേഷത, നിയമസഭയിലേക്ക് വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്താലും ലോക്സഭയിലേക്ക്, പാർലമെൻറ്റിലേക്ക് BJPക്ക് വോട്ട് ചെയ്യുന്നൊരു പ്രവണത. കാരണം സംസ്ഥാനം ഭരിക്കുന്നത് ഇവരാണ്, JMM ആണ്. പക്ഷേ 2014 2019 ആകെയുള്ള 14 സീറ്റിൽ 12 സീറ്റും NDA പിടിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള സവിശേഷമായൊരു സാഹചര്യം അവിടെയുണ്ട്. ഇത്തവണ ഒരു പക്ഷേ ഇവരെല്ലാവരും കൂടി 2 സാധ്യതകളുണ്ട്. ഒരു പക്ഷേ കാരണം ഈ അഴിമതി, ഈ ദുർഭരണം കൽപ്പന സോറനെ കൊണ്ടുവന്നത് അതിനുള്ള, കാരണം അതെങ്ങനെയാണ് അടികൊടുക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം നിരക്ഷരരായ ഒരുപാട് മനുഷ്യരുണ്ട്, ഞാൻ പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരുണ്ട്, ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, നക്സൽ സ്വാധീനമുള്ള മേഖലകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ളത് അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു പ്രവചനം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ദുഷ്കരമാണ്. 2 സാധ്യതകളുണ്ട്, രണ്ടും അതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ ഉറപ്പിച്ചൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. അതിലൊന്ന്, ഒരു പക്ഷേ ഈ തിരിച്ചടി കാരണം കയ്യിലുള്ള 2 സീറ്റ് കൂടി JMMന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മറുവശത്തുള്ള സാധ്യത, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ് കൊണ്ട് അടക്കി വരിച്ചിരുന്ന പ്രദേശങ്ങളാണല്ലോ ജാർഖണ്ഡ്. വിഭജിച്ച് പുതിയ ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പും ആ മേഖലകളിലെല്ലാം കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പഴയ ആളുകൾ, കോൺഗ്രസിനോട് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനോടൊക്കെ ആഭിമുഖ്യമുള്ള ആളുകൾ, ഇത്രയും കാലം സൈലൻ്റ് ആയിരുന്നവർ, ഇപ്പോൾ JMMുമായി ഒരു മുന്നണി ഉണ്ടാക്കിയപ്പോൾ അവരുടെ വോട്ടുകൾ എന്നാൽ JMMൻ്റെ കൂടെ, ആ മുന്നണിയുടെ കൂടെ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് 2 തൊട്ട് 5 സീറ്റുകൾ വരെ ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് മറ്റവർക്കൊരു ഗുണമായിട്ട് മാറും എന്നുള്ളതാണ് ജാർഖണ്ഡിൻ്റെ അവസ്ഥ. അടുത്ത ഛത്തീസ്ഗഡിൽ മൊത്തമുള്ളത് 11 സീറ്റാണ്. ഞാൻ ഈ ജാർഖണ്ഡിലെ കാര്യം പറഞ്ഞ പോലെയാണ് ഛത്തീസ്ഗഡിലെ ഏറ്റവും സവിശേഷമായൊരു സാഹചര്യം എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിൽ 2014 10 സീറ്റ് NDAക്ക് കിട്ടുന്നു, 1 സീറ്റ് കോൺഗ്രസിന് കിട്ടുന്നു. 2019 അത് ആവർത്തിക്കുന്നു, 10 സീറ്റ് NDAക്ക്, 1 സീറ്റ് കോൺഗ്രസിന്. പക്ഷേ അതിൽ ഏറ്റവും രസകരമായൊരു കാര്യം, 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു.
ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ അന്നത്തെ കോൺഗ്രസിലെ ഏറ്റവും പ്രതിച്ഛായയുള്ള നേതാവ്, പിന്നെ പല സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും വേറെ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായ ആരോപണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന സമയത്ത് ഈ 2023 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ മകനെതിരെ ഉയർന്നു വന്നു. ഭൂപേഷ് ബാഗൽ അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. 2018 കോൺഗ്രസ് അധികാരത്തിലേറിയ സംസ്ഥാനത്ത് തൊട്ടടുത്ത വർഷം നടക്കുന്ന 2019 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 10 സീറ്റിലും NDA ജയിക്കുന്നതും 1 സീറ്റിലേക്ക് മാത്രം കോൺഗ്രസ് ഒതുങ്ങുന്നു. 2023 ആയപ്പം അവർക്ക് അവിടുത്തെ ഭരണം നഷ്ടപ്പെടുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെയും ഈ ജാർഖണ്ഡ് പോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ഛത്തീസ്ഗഡിൽ അങ്ങനെ ഭൂപേഷ് ബാഗലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പരാജയപ്പെടുന്നു. അവർ തുടർഭരണം ഉറപ്പിച്ചെന്നതാണ്. മാത്രമല്ല, അവിടുത്തെ തലസ്ഥാനമായിട്ടുള്ള റായ്പൂരിൽ കോൺഗ്രസിൻ്റെ പ്ലീനറി സമ്മേളനം നടന്നപ്പം 2023 ആ പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഈ ഭൂപേഷ് ബാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നേരിട്ട് പോയി കണ്ട് സ്വീകരിക്കുകയും AICC അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പോലും കൊടുക്കാത്ത സ്വീകരണം പ്രിയങ്കയ്ക്ക് കൊടുക്കുകയും, കാരണം കുടുംബവാഴ്ചയുടെ പാർട്ടിയാണല്ലോ, ഇദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പാണ്. പണ്ട് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്നും പറയില്ല, ഇവർ പറയുന്നത് കേട്ടിങ്ങനെ നടക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവുള്ള ആൾക്കാരെയൊന്നും AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല. അത് KC വേണുഗോപാലിൻ്റെ കാഞ്ഞ ബുദ്ധിയാണ്. കാരണം KCക്ക് AICC ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ അടക്കി ഭരിക്കണം, രാഹുൽ ഗാന്ധിയുടെ മേലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്. അതിന് കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു അഖിലേന്ത്യാ അധ്യക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഇപ്പം ഫലത്തിൽ രണ്ടാമനാണെങ്കിലും സംഘടനാപരമായി രണ്ടാമനാണെങ്കിലും ഫലത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അധ്യക്ഷരുടെ മേലെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ നിൽക്കുന്നത് എന്നുള്ളതാണ് സ്ഥിതി. അപ്പം അതിനുവേണ്ടി കൊണ്ടു അങ്ങനെ റായ്പൂരിൽ പ്രിയങ്ക ഗാന്ധി പ്ലീനറി സമ്മേളനത്തിൽ വന്നിറങ്ങിയപ്പോൾ 2 കിലോമീറ്റർ ദൂരത്തിൽ ഈ എയർപോർട്ടിൽ നിന്ന് റായ്പൂർ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ റോസാപ്പൂക്കൾ കൊണ്ട് കാർപ്പറ്റ് ഒരുക്കിയവർ എത്ര കോടിയെ ചെലവഴിച്ചതെന്ന് ആലോചിക്കണം. രാജകുമാരിയാണേ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. എന്തായിരുന്നാലും 2023 അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. അവിടെ നിലവിലുള്ള സ്റ്റാറ്റസ് കോ തുടരാനാണ് സാധ്യത. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണത്തെ പോലെ 10-1 എന്ന സ്ഥിതി അതല്ല. ഒരു പക്ഷേ കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ കോൺഗ്രസ് 0-ഉം NDA സഖ്യം 11 സീറ്റും നേടാനുള്ള സാധ്യതയും അവിടെയുണ്ട്. അടുത്തത് നമുക്ക് പോകേണ്ടത് മധ്യപ്രദേശിലേക്കാണ്. മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവിടെ 2018 നിയമസഭാ സീറ്റിൽ 114 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു, സ്വതന്ത്രരെയും കൂടി കൂട്ടുപിടിച്ചിട്ട്. അന്ന് അങ്ങനെ കമൽനാഥ് മുഖ്യമന്ത്രിയാവുന്നു. BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുകയും അവർക്ക് 109 സീറ്റായിട്ട് ചുരുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ 2020 എന്ത് ചെയ്തു? മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യ, അദ്ദേഹത്തിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ, മാധവറാവു സിന്ധ്യയുടെ സഹോദരി വസുന്ധര രാജ സിന്ധ്യ BJPയുടെ മുഖ്യമന്ത്രിയായിരുന്നു രാജസ്ഥാനിൽ. ഇവരുടെ അമ്മ വിജയരാജ സിന്ധ്യ ഇവിടെ കേന്ദ്രത്തിൽ അവരുടെ ദേശീയ നേതാവായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നതാണ്. വസുന്ധര ഇപ്പം BJPയിൽ കുറച്ച് ഒതുങ്ങിയ മട്ടിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇപ്രാവശ്യം കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാൻ സാധ്യതയുണ്ട്. NDA അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ ക്ലെയിം ചെയ്തപ്പോൾ അങ്ങനെയാണ് അനുനയിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായിരുന്നാലും മാധവറാവു സിന്ധ്യയുടെ മകനായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ, മാധവറാവു സിന്ധ്യ വിമാനാപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷം രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി വരികയും മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഏവിയേഷൻ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുകയും ചെയ്തൊരു ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. രാഹുലിൻ്റെ ഏറ്റവും വലിയ മുഖങ്ങളിലൊന്നായിരുന്നു രാജേഷ് പൈലറ്റിൻ്റെ മകൻ സച്ചിൻ പൈലറ്റും മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യയും. എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യ 2020 കമൽനാഥുമായി പിണങ്ങുകയും രാജേഷ് പൈലറ്റ് അശോക് ഗെഹ്ലോട്ടിനോട് സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിൽ അശോക് പൈലറ്റിനോട് പിണങ്ങി മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു, PCC അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ഉണ്ടായതുപോലെ തന്നെ അടുത്ത ഭരണം അവർ കളഞ്ഞു കുളിച്ചത് വിഭാഗീയത കൊണ്ട്, ഉൾപ്പോരുകൊണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉൾപ്പോരുണ്ടാകുകയും കമൽനാഥിനോടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് ഏതാനും MLA-മാരുമായി കൂറുമാറുകയും ചെയ്തു. അങ്ങനെ കൂറുമാറിയതിൻ്റെ ഭാഗമായി അവിടെ BJP അധികാരത്തിൽ വരുന്നു. BJPയുടെ ശിവരാജ് സിംഗ് ചൗഹാൻ അവിടെ മുഖ്യമന്ത്രിയാവുന്നു. 2020 അങ്ങനെ അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത BJP 2023 വീണ്ടും മത്സരിക്കുമ്പം കോൺഗ്രസ് വളരെ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു. കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ദിഗ്വിജയ് സിംഗും മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കമൽനാഥും തമ്മിൽ അധികാര തർക്കവും മൂപ്പളമ്പ തർക്കവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കമൽനാഥിനെ മുഖമാക്കി വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇലക്ഷനെ നേരിടുകയും അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്ന സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനായിട്ടുള്ള രാഹുൽ ഗാന്ധി, ഞാനും എൻ്റെ അനിയത്തി പ്രിയങ്കയും കൂടെ പോയിട്ട് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഒക്കെ പൈങ്കിളി കഥകൾ പറഞ്ഞാൽ നാട്ടുകാർ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു സ്വപ്ന ലോകത്തിരുന്നുകൊണ്ട് അങ്ങനത്തെ ധാരണയുടെ പുറത്ത് അഖിലേഷ് യാദവ് അവരുമായി SPയുടെ സമാജ്വാദി പാർട്ടിയുടെ ചില പോക്കറ്റുകളുണ്ട് അവിടെ അതിർത്തി പ്രദേശങ്ങളിൽ. അവിടെ മുന്നണി അലയൻസിന് ശ്രമിച്ചപ്പം
അതിന് നേരെ മുഖം തിരിച്ചു നിൽക്കുകയും ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വിളിച്ചു ചേർക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അഹങ്കാരത്തോടെ പോയി ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് പരിതാപകരമായ രീതിയിലേക്ക് ദയനീയമായ ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുക ചെയ്തത്. അതായത് അവിടെ 3 വർഷം ഭരിച്ച പാർട്ടിയെ അവർക്കെതിരെ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടി. 2014 114 സീറ്റ് കിട്ടിയ ബി ജെ പിക്ക് 2019 163 സീറ്റ് കിട്ടുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ അവരുടെ കൂടെയുണ്ട്, വലിയ അനുകൂല ഘടകമാണ്. അപ്പുറത്ത് എസ് പിയും കോൺഗ്രസും കൂടി മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചം കിട്ടുമായിരുന്നു, മുന്നണിയായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ. എന്നാൽ അതിന് തയ്യാറാവാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കും എന്ന ഒരു ധാരണയുടെ പുറത്ത്, അഹങ്കാരത്തിൻ്റെ പുറത്ത് പോയതിൻ്റെ ഭാഗമായിട്ട് 114 സീറ്റ് കിട്ടിയ, മറ്റവർക്ക് 109 ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. 114 സീറ്റ് 2014 കിട്ടിയ കോൺഗ്രസ്സിന് അത് 66 സീറ്റിലേക്ക് അവരുടെ മുന്നണിക്ക് താഴ്ന്നു. മറ്റൊന്ന് അവിടെ അതായത് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ കുറച്ചുകൂടി മെലിഞ്ഞുടങ്ങി ദയനീയമായി പോയി എന്നുള്ളതാണ്. ഇപ്പോൾ യു പിയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ളതുപോലെയുള്ള സ്ഥിതി. യു പിയിലും ഗുജറാത്തിലും ഒന്നും എത്ര ഭരണം വന്നിട്ട് യോഗി സെക്കൻഡ് ടൈം ആകുമ്പോഴും ഭരണവിരുദ്ധ തരംഗമില്ല. നിലവിലുള്ള സ്ഥിതി ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക. ഗുജറാത്തിൽ പ്രതിപക്ഷമേ ഇല്ലാത്ത അവസ്ഥയാണ്. ലോക്സഭയിലും അവർക്ക് വേറെ ആർക്കും ഒരു സീറ്റ് കിട്ടുന്നില്ല. ഇത്തവണയും അവരോട് തൂത്തു വരാൻ സാധ്യതയുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത സ്റ്റോറിയിൽ വരാം. എന്തായിരുന്നാലും ഇവിടെ ഇവർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നന്നായി പാഠം പഠിച്ച രാഹുൽ ഗാന്ധി വേറെ ഗത്യന്തരമില്ലാതെ 2024, കാരണം അദ്ദേഹത്തിന് റായ്ബറേലിയിൽ നിന്ന് ജയിക്കണം. 2019 അമേഠിയിൽ തോറ്റുപോയതാണ്. റായ്ബറേലി അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ മണ്ഡലമായിരുന്നു. അവിടെ ഇപ്പോൾ ഇപ്രാവശ്യം അമ്മമാരെ 3 നിൽക്കുകയാണ്. അവിടെ യു പിയിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എന്നാൽ ഒരു രക്ഷയില്ല എന്നറിയാം. പണ്ട് വലിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ ആനപ്പുറത്തിരുന്നാൽ ഇവൻ്റെ ഇവിടെ തഴമ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവിനെ, മുലായം സിംഗിൻ്റെ മകൻ, സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിന്, മുൻ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് കൈകൊടുത്തു. അവർ അലയൻസ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഉത്തർപ്രദേശിലുള്ള സഖ്യം മധ്യപ്രദേശിലുമുണ്ട്. മധ്യപ്രദേശിലെ ഏതാനും സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുന്നുണ്ട്. ആ മുന്നണി ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് വോട്ടുകൾ വിഘടിച്ചു പോകാതിരുന്നാൽ ഒരു പക്ഷേ ഏതാനും സീറ്റുകൾ, 2 സീറ്റുകൾ അവർക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 2 സീറ്റാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇത്തവണ അത് ഒരു 4 സീറ്റോ 5 സീറ്റോ ആയിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 27 സീറ്റ് കിട്ടിയ ബി ജെ പിക്ക്, എൻ ഡി എ സഖ്യത്തിന്, അത് 25 24 ആയിട്ട് കുറയാൻ സാധ്യതയുണ്ട്. 2 തൊട്ട് 3 സീറ്റ് വരെ അവർക്ക് കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വരുന്ന കുറവ്, ഞാൻ പറഞ്ഞു, ഛത്തീസ്ഗഡിൽ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് സാധ്യത. ജാർഖണ്ഡിൽ ചെറിയൊരു കുറവ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായാൽ, ഇവരെ സഹതാപ വോട്ടുണ്ടായാൽ. അതേപോലെ തന്നെ ഇവർ കോൺഗ്രസിൻ്റെ പിന്തുണയും കൂടി ജയമമുള്ളതുകൊണ്ട് ഇവിടെയും മധ്യപ്രദേശിലും ചിലപ്പോൾ 2-3 സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ നഷ്ടപ്പെടുന്ന സീറ്റ് കഴിഞ്ഞ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞതുപോലെ ബംഗാളിലും ഒഡീഷയിലും വലിയൊരു മേൽക്കൈ ബി ജെ പിക്ക് വലിയൊരു വർധനമുണ്ടാവും സീറ്റുകളിൽ. അതുകൊണ്ട് നിഷ്പ്രയാസം മറികടന്നു പോകാൻ പറ്റുന്ന സംഖ്യയായിരിക്കും ഇവിടെ നഷ്ടപ്പെടുന്ന സീറ്റുകൾ എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്നൊരു വിവരങ്ങൾ എന്ന് പറയുന്നു. അടുത്ത സംസ്ഥാനങ്ങളുമായിട്ട് പിന്നീട് വരുന്നതാണ്.